കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയായ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. വീണ്ടും ജീവൻ നൽകുന്ന ദൈവവചനത്തിൻ്റെ മുമ്പിലായിരിക്കുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നതോർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, കൊലോസ്യ ലേഖനത്തിൽ ഇങ്ങനെയൊരു വചനമുണ്ട്. അവൻ നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹ സ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വച്ചിരിക്കുന്നു. ഒരുവൻ യേശുവിനെ വിശ്വസിക്കുമ്പോൾ അവൻ്റെ മേലുള്ള കർത്തൃത്വം മാറി, അധികാരം മാറി, അവൻ മറ്റൊരു അധികാരത്തിൻ്റെ കീഴിൽ വരികയാണ്. ഇന്ന് നാം ആയിരിക്കുന്നത് ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന്, അഥവാ നാശത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഭാരത്തിൻ്റെയുമായ ആ രാജ്യത്തിൽ നിന്ന് നമ്മൾ മാറി പുത്രനായ യേശുവിൻ്റെ രാജ്യത്തിൽ, അഥവാ സമാധാനം, സന്തോഷം, സ്വസ്ഥത, അനുഗ്രഹം, ഉയർച്ച, മാന്യത, ഇതൊക്കെ നൽകുന്നതായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ അവൻ നമ്മെ ആക്കി വച്ചിരിക്കുക. അതുകൊണ്ട് വചനം പറയുകയാണ്, യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ഉയർച്ച മാത്രമേ ഉള്ളൂ. അവരുടെ ഭവനത്തിൽ അനുഗ്രഹം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. കാരണം യേശു വെളിച്ചമായതുകൊണ്ട് ആ വെളിച്ചം എൻ്റെ ഭവനത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭവനത്തെയും കർത്താവ് വെളിച്ചമാക്കി മാറ്റും. ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം നമ്മൾ ഇന്ന് കേൾക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ ദാസൻ തോമസ് ഊട്ടി ബ്രദർ കഴിഞ്ഞ സൺഡേയിൽ കോട്ടയത്ത് സഭായോഗത്തിൽ പ്രസംഗിച്ചതായ വളരെ മനോഹരമായ ഒരു സന്ദേശം. റോമർക്കെഴുതിയ ലേഖനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തു എൻ്റെ കർത്താവാണെന്ന് ഒരു വ്യക്തി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് തൻ്റെ വായ കൊണ്ട് താൻ ഏറ്റുപറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ പിന്നെ ഒരു അനർത്ഥം വരാൻ കർത്താവ് അനുവദിക്കത്തില്ല. അവൻ്റെ കഴിഞ്ഞ നാളുകളിലെ പാപങ്ങൾ കർത്താവ് ആ സമയം പൂർണ്ണമായി ക്ഷമിക്കുകയാണ്. പിന്നെ അവൻ്റെ അനുഗ്രഹത്തിന് അവൻ ചെയ്ത ഒരു പ്രവൃത്തിയും ഒരു തടസ്സവും ആകാത്ത വണ്ണം കർത്താവ് അവനെ ഒരു പുതിയ അവസ്ഥയിലേക്ക് അവനെ മാറ്റുകയാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഇനി ഒരു ശിക്ഷാവധിയും ഇല്ല. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നിങ്ങളുടെ കഴിഞ്ഞ നാളുകളിലെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു കുഴച്ചിൽ സംഭവിച്ചിട്ടുണ്ട്, അതെൻ്റെ അനുഗ്രഹത്തിന് തടസ്സമാണോ എന്ന് ഭാരപ്പെട്ടാണ് നിങ്ങൾ എന്നെ കേൾക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, അത് നിങ്ങളുടെ അനുഗ്രഹത്തിനൊരു തടസ്സമല്ല. നിങ്ങൾ വിശ്വസിക്കണം, യേശുവിൽ ഞാൻ വിശ്വസിച്ചത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ നന്മ വരും, അനുഗ്രഹം വരും, ഞാൻ ഉയർച്ച പ്രാപിക്കും. അതുകൊണ്ട് ഇന്ന് കേൾക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ ഒന്ന് ഉറപ്പിക്കുവാൻ, നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ ഒന്ന് മാറ്റുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് വചനത്തിലേക്ക് പ്രവേശിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മാരി കൊണ്ടു നിറയ്ക്കണമേ, ആത്മാരി കൊണ്ടു നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മാരി കൊണ്ടു നിറയ്ക്കണമേ, ആത്മാരി കൊണ്ടു നിറയ്ക്കണമേ. വെളിച്ചങ്ങൾ വിശുന്നു, അന്ധകാരം മാറുന്നു, വെളിച്ചങ്ങൾ വിശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോ വെളിച്ചങ്ങൾ വിശുന്നു, അന്ധകാരം മാറുന്നു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അന്ധകാരം ആത്മാവിൽ ആനന്ദിച്ചതിന്റെ ആത്മാവുള്ളിലാകുമ്പോ, ദൈവത്തിന്റെ ആത്മാ
ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ. ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ഓ വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ഓ ദൈവത്തിന്റെ ആത്മാവുള്ളിലാകും. ആത്മാവുള്ള എല്ലാ ഉള്ളങ്ങളെയും ഓ ഇന്നും എഴുതുപോലൊരുക്കണമേ, ഇന്നും വിട്ടുകൊടുത്താരാധിച്ചുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും, കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും ഓ ഇന്നും എഴുതുപോലും. ആത്മാവിന്റെ പകർച്ച, ഇന്നും പരിശുദ്ധാത്മാവിന്റെ പകർച്ച. ആത്മസന്തോഷം കൊണ്ടാ സന്തോഷിച്ചാട്ടെ പരിശുദ്ധാത്മാവിൽ. എല്ലാ ഭാരങ്ങളുടെയും മുകളിൽ, എല്ലാ ഭയത്തിന്റെയും മുകളിൽ ഓ ആത്മനാദി കൊണ്ടു നിറയ്ക്കണമേ, ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ആത്മമാരി കൊണ്ട്. ആത്മാവിന്റെ ശക്തി പ്രാപിച്ചോ. Receive. Praise the Lord. Hallelujah. Hallelujah. കരങ്ങൾ തട്ടി വായി തുറന്ന് നമുക്ക് കർത്താവിനെ ഒരിക്കൽ കൂടെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഒന്ന് രണ്ട് പേരോട് പറഞ്ഞേ, സഭ ചിരിക്കുന്ന സഭയാണ്, ഉല്ലാസമുള്ള സഭയാണ്, ഹൃദയ പരമാർത്ഥതയുള്ള സഭയാണ്. ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിക്കുന്ന സഭയാണ്. ദൈവത്തിൻ്റെ മക്കളെ, അവർ കർത്താവിനെ സ്തുതിച്ചപ്പോൾ പുതിയ ആത്മാക്കളെ കൊണ്ടാക്കുക മാത്രമല്ല, നമ്മൾ വായിക്കുന്ന എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചു. ആർക്കും ഒന്നിനും പിന്നെ മുട്ട് വന്നില്ല. എല്ലാം ധാരാളമായിട്ട് അവർക്കുണ്ടായിരുന്നു. ആത്മീയവും ഭൗതികവും ആത്മാക്കളും എല്ലാം അവരുടെ മധ്യത്തിൽ നിറഞ്ഞു നിന്ന പോലെ ദൈവത്തിൻ്റെ മക്കളെ ആത്മാവിൽ നിറഞ്ഞ് സ്തുതിച്ചോ, ഹൃദയ പരമാർത്ഥതയോടെ കർത്താവിനെ സേവിച്ചോ, ഒന്നിനും കുറവ് വരത്തില്ല. കരങ്ങൾ തട്ടി കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഉള്ളിൽ ഇന്ന് രാവിലെ ഒരു ഗാനം ഇങ്ങനെ വരികയായിരുന്നു. പാട്ട് ഞാൻ പാടുന്നില്ല. ആ പാട്ട് ഏകദേശം ഇങ്ങനെയാണ്: വിശ്വാസത്തിൻ്റെ നായകൻ യേശു മുന്നിലായി. വിശ്വാസത്തിൻ്റെ നായകൻ യേശു മുന്നിലായി. വിശ്വസിച്ച കൂട്ടം എനിക്ക് ചുറ്റിലായി. എൻ്റെ കൂടെയായി വിശ്വസിച്ച കൂട്ടം. സ്തോത്രം. പലരും പറഞ്ഞു എനിക്ക് ആരുമില്ല, എനിക്ക് ആകെ പ്രശ്നമാണ്, പരാജയമാണ്. അങ്ങനെയല്ല. വചനം പറഞ്ഞു വിശ്വാസത്തിൻ്റെ നായകൻ എൻ്റെ മുന്നിലായി. ഉറക്കെ പറ. വിശ്വാസത്തിൻ്റെ നായകൻ എൻ്റെ മുന്നിലായി. പിന്നെ വിശ്വസിച്ച കൂട്ടം എൻ്റെ കൂടെയായി. ഉറക്കെ പറ. ഒന്ന് രണ്ട് പേരെ ഒന്ന് തൊട്ടിട്ട് പറ, നിങ്ങളൊക്കെ എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ വിശ്വാസത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിലാണ്. ഉറക്കെ പറ. വിശ്വാസത്തിൻ്റെ ആത്മാവ് എവിടാണ്? വിശ്വാസത്തിൻ്റെ സാക്ഷികൾ എനിക്ക് ചുറ്റിലായി. അതാരാ? പഴയ നിയമത്തിൽ അബ്രഹാം വിശ്വസിച്ചു, സാറ വിശ്വസിച്ചു. എബ്രായ ലേഖനം 11 പറയാണ്, ഈ സാക്ഷികളുടെ ഇത്ര സമൂഹം, വലിയ സമൂഹം, വിശ്വസിച്ചാൽ ലജ്ജിക്കത്തില്ലെന്ന് പറയുന്നവർ ചുറ്റിലും. കൈ കൊടുത്ത് പറഞ്ഞു, വിശ്വസിച്ചാൽ ലജ്ജിക്കത്തില്ല, ഞങ്ങൾ സാക്ഷികളാന്ന് പറയുന്ന അബ്രഹാം അവിടെ, സാറ അവിടെ. അബ്രഹാം പറഞ്ഞു, വിശ്വസിച്ച് നോയിക്ക്, വന്ധ്യതയാണോ 90-ാം വയസ്സിലും 100-ാം വയസ്സിലും വന്ധ്യത മാറും. ഉടനെ മോശ പറയാണ്, വിശ്വസിച്ചാൽ ലജ്ജിക്കത്തില്ല. ഫറവോന്റെ മുമ്പിൽ ചെങ്കടൽ ഒഴുകുമ്പോൾ വിശ്വാസത്തിൽ മുമ്പോട്ട് പോയാൽ മതി, നിന്നെ കണ്ടോണ്ട് ചെങ്കടൽ രണ്ടാവും. ആമേൻ. ഉടനെ ശത്രുവിൻ്റെ തീക്കകത്ത് പെട്ടവർ പറയും, വിശ്വസിച്ചാൽ ലജ്ജിക്കത്തില്ല. തീ അവിടെ കത്തും, പക്ഷെ തീക്ക് ബലം ഉണ്ടായിരിക്കത്തില്ല. ആമേൻ. അപ്പോൾ സിംഹക്കൊടിയിൽ വീണവർ പറയാണ്, ഞാൻ എബ്രായർ 11 പറയുന്നത്, വിശ്വസിച്ചാൽ ലജ്ജിക്കത്തില്ല. കൈകൊടുത്ത് പറഞ്ഞ്, വിശ്വസിച്ചവൻ ലജ്ജിക്കത്തില്ല. സിംഹം കാണും, പക്ഷെ സിംഹത്തിൻ്റെ വായ അടഞ്ഞു പോവും. വിശ്വസിക്കുന്നവെന്ന് പറഞ്ഞാൽ അവൻ ശക്തിശാലിയാണ്. കർത്താവിൽ വിശ്വസിച്ചവെന്ന് പറഞ്ഞാൽ കർത്താവുമായിട്ട് പ്ലഗ് കൊണ്ട് കുത്തിയവനെന്ന് അതിൻ്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഒരു കമ്പി, ഒരു ഇരുമ്പ് കമ്പി, അത് പ്ലഗിൽ കുത്തിയാൽ ആ പ്ലഗിൽ കയറണമെന്നില്ല, ആ ഇരുമ്പ് കമ്പി കൈ തൊട്ടാലും വിവരം അറിയും. അതുപോലെയാണ് വിശ്വാസത്തിൻ്റെ പ്ലഗ് എടുത്ത് കുത്തിക്കഴിഞ്ഞാൽ നിന്നെ തൊടുന്നവരും വിവരമറിയും, പ്രശ്നങ്ങൾ വിവരമറിയും. പുനരുത്ഥാനത്തിൻ്റെ ആത്മാവ് വിശ്വസിച്ചവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അത്ഭുത ശക്തി. വിശ്വസിച്ച നീ പഴയ വ്യക്തി അല്ല. കാരണം കർത്താവിൽ എന്തുമാത്രം പവറുണ്ടോ അത് മുഴുവൻ നിന്നിലും വ്യാപരിച്ചുകൊണ്ടിരിക്കുക. നിന്റെ മുമ്പിൽ ഒന്നും നിൽക്കത്തില്ല. നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കത്തില്ല.
പ്രതിസന്ധികൾ വന്നേക്കാം, അഗ്നി കത്തിയേക്കാം. പക്ഷെ നിന്റെ മുമ്പിൽ വരുമ്പോൾ അഗ്നിക്ക് ബലമില്ല. സിംഹങ്ങൾ വായ് പിളർന്നേക്കാം, പക്ഷെ നിന്റെ മുമ്പിൽ വരുമ്പോൾ വായ അടഞ്ഞു പോകും. ചെങ്കടലുകൾ മുമ്പിൽ ഒഴുകിയേക്കാം, പക്ഷെ വിശ്വസിക്കുന്ന നിന്റെ മുമ്പിൽ വരുമ്പോൾ, നിന്നെ കാണുമ്പോൾ അവ വഴി ഒരുക്കി തരും. ആർപ്പോടെ ഒന്ന് കർത്താവിനെ സ്തുതിച്ചു. യേശു ക്രിസ്തു അകത്തുള്ള വിശ്വാസത്താൽ ക്രിസ്തു ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന്റെ പൈതല്, നിന്റെ തല കുനിയത്തില്ല, നിന്റെ തല അവൻ ഉയർത്തും. നിന്റെ തല കുനിച്ചാൽ കൊള്ളാവുന്ന സാത്താന് കാണും, സാത്താൻ കയറിയ മനുഷ്യർക്ക് കാണും. എന്നാൽ ആരൊക്കെ കുനിക്കാൻ നോക്കിയോ അവരുടെ എല്ലാം മുമ്പിൽ നിന്റെ തലയെ ഉയർത്തി മാനിക്കുന്ന നല്ല കർത്താവിനെ ആർപ്പോടെ ഒന്ന് സ്തുതിച്ചോട്ടെ. ഈ കർത്താവ് ആള് ഷോയാ, ചിലതൊക്കെ ഷോ ചെയ്യുന്ന കർത്താവ്. സ്തോത്രം. മാറിയിരിക്കാന്ന് വെച്ചാൽ നമ്മളെ അനുവദിക്കത്തില്ല. ഒരു സൗഖ്യം പ്രാപിച്ചിട്ട് പമ്മി പോയേക്കാന്ന് വെച്ചപ്പോൾ രക്തസ്രവക്കാരിയോട് പറയാം, അങ്ങനെ പോകാൻ വരട്ടെ, കയറി നിന്നെ ഉയർത്തിയിട്ടേ ഞാൻ വിടുകയുള്ളൂ. നീ വിടുതലായെന്ന് നാട്ടുകാരോടൊന്ന് അറിയട്ടെ. ഞാൻ സൗഖ്യമായി, ഞാൻ നിന്നെ സൗഖ്യമാക്കിയെന്ന് എനിക്ക് ക്രെഡിറ്റ് കിട്ടാനല്ല, നിന്നെ എത്ര നാൾ രക്തസ്രവക്കാരിയായിട്ട് മാറ്റിയല്ലേ നിർത്തിയേ. ഇനി നടക്കത്തില്ല, നീ വിടുവിക്കപ്പെട്ടവളാന്ന്. 10 പേരുടെ മുമ്പിൽ നിന്നെ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. പൗലോസ് പറയാണ്, ഒരു വെറും കൊലപാതകയായ എന്നെ പോലെ ഒരുത്തനിലും കൃപ വന്നാൽ അവൻ എന്തുമാത്രം ഉയരണം എന്ന് കാണിക്കേണ്ടതിന് എന്നെ നിർത്തിയിരിക്കുന്നു. എഫേസ്യ ലേഖനത്തിലും തിമോഥെയോസിന്റെ ലേഖനത്തിലും പൗലോസ് ഒരുപോലെ പറയുന്നു, എന്നെ കാണിക്കേണ്ടതിന് നിർത്തിയിരിക്കുന്നു. 1-2 പേരോട് പറഞ്ഞ നാട്ടുകാരെ കാണിക്കാനാണ് എന്നെ നിർത്തി. ചിലപ്പോൾ ചില പ്രതിസന്ധികളിലൊക്കെ നിൽക്കാൻ കർത്താവ് അനുവദിക്കും. അവിടെ നിന്നെങ്കിലേ നിന്നെ വിടുവിക്കുന്നത് നാട്ടുകാർ കാണും. ഇവന്റെ ഗതി എന്താകും എന്ന് എല്ലാവരും ചോദിക്കാനൊരു സമയമൊക്കെ കൊടുക്കും. പക്ഷെ ഇങ്ങനെ ആയല്ലോ എന്ന് അവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ചിട്ട് കർത്താവ് എടുത്തു. മോശയെ ഞാങ്ങണപ്പെട്ടകത്തിൽ കൊണ്ടുവച്ചു. ഇവന്റെ ഗതി എന്താകുമെന്ന് കൊണ്ടുവച്ച പെങ്ങളും ചിന്തിച്ചു, വെപ്പിച്ച അപ്പനും അമ്മയും ചിന്തിച്ചു. കാരണം അവിടെ ഇസ്രായേലിലെ കുഞ്ഞുങ്ങളെല്ലാം കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇതധികം താമസിക്കാതെ ചാകും, അതിൻ്റെ അന്തം എന്താകുമെന്ന് കാണാൻ നോക്കി. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരുക്കിയതൊരു രാജകുമാരിയാണ്. ഏത് വാളാൽ മരിക്കണമോ ആ വാളിൻ്റെ കൊട്ടാരത്തിൽ അവനെ വളർത്തി കാണിക്കേണ്ടതിനാണ് നിന്നെ നിർത്തിയിരിക്കുന്നത്. കൈകൊടുത്ത് പറ, പമ്മി മാറാമെന്ന് വിചാരിക്കേണ്ട. അതുകൊണ്ടാണ് പറഞ്ഞത്, വിളക്ക് തെളിച്ചാരും പറയുടെ കീഴിൽ നീയായിട്ട് അളന്ന് കുറയ്ക്കണ്ടെന്നൊന്ന് പറഞ്ഞ്. പറയെന്ന് പറഞ്ഞ അളവൊന്നും വേണ്ട, ഞാൻ ഇത്രേ ആകത്തുള്ളൂ, എനിക്ക് ഇത്രയൊക്കെ ആകാനൊക്കത്തുള്ളൂ, അതൊക്കെ കയ്യിലിരിക്കട്ടെ. അളവൊക്കെ ഒന്ന് എടുത്തു മാറ്റിക്കേ. അളവ് കൂടാതെ ഞാൻ നിന്നെ നിറയ്ക്കുമെന്ന് പറഞ്ഞവൻ 10 പേരുടെ മുമ്പിൽ ഉയർത്തി മാനിച്ചിട്ടേ വിടത്തുള്ളൂ. ആമേൻ. ഈ നമ്മള് സ്വയം ഷൈൻ ചെയ്യാനൊന്നും ശ്രമിക്കേണ്ട, പക്ഷേ കർത്താവ് ഷൈൻ ചെയ്യിച്ചിട്ടേ വിടത്തുള്ളൂ. നമ്മുടെ മനോഭാവം എൻ്റെ പേര് പോക്കണമെന്നൊന്നും ആയിരിക്കണ്ട, പക്ഷെ കേൾപ്പിച്ചേ വിടത്തുള്ളൂ. ഹല്ലേലൂയ. പൗലോസ് തിമോഥെയോസിനോട് പറയും, നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമാകട്ടെ. കൈകൊടുത്ത് പറ, നീ ആത്മീയമായി ഉയർന്ന കാര്യം എല്ലാവരും അറിയട്ടെ. പമ്മി മാറരുത്, ഇടുക്കലോട്ട് മാറിയിരിക്കരുത്. വിളക്ക് കൊളുത്തി ആരും പറയും കീഴും വെക്കരുത്, കട്ടുകീഴിലും വെക്കരുത്. പ്രൈസലോ. ഇത്രയൊക്കെ മതി, വിശ്രമിക്കാറായില്ലെന്ന് പറ. ഇത്രയൊക്കെ മതി എന്ന് പറഞ്ഞ് കട്ടുകീഴിലും കൊണ്ട് വെക്കരുത്. കുറെ ആയല്ലോ, ഇത്ര ഉയർന്നല്ലോ, ഇനി കുറെ നാളും കട്ടിലാകട്ടെ. കട്ടിലൊക്കെ മാറ്റിയിട്ട്, നിന്റെ പ്രായമൊക്കെ മാറ്റിയിട്ട് 70 80 മതിയെന്നൊരു പരിപാടി വിടില്ല. സ്വത്രം പറയിൻ കീഴിലും വെക്കത്തില്ല, കട്ടുകീഴിലും വെക്കത്തില്ല. പിന്നെ എവിടെ കൊണ്ട് വെക്കും? എല്ലാവരും കാണേണ്ടതിന്. ഇങ്ങനെ യേശു പറഞ്ഞ എല്ലാവരും കാണേണ്ടതിന്. ഉറക്കെ പറ, എല്ലാവരും കാണേണ്ടതിന്. അതിനെ എവിടെ കൊണ്ട് വെക്കും? തണ്ടിന്മേൽ. ഹല്ലേലൂയ. എല്ലാവരും കാണിക്കും.
ദൈവമക്കളെ, സഭയെ ചിലപ്പോൾ ചില പ്രതിസന്ധികളിലൊക്കെ പോകുമ്പോൾ ഇവരുടെ ഗതി എന്താകുമെന്ന് ചോദിക്കാൻ ഞാങ്ങണപ്പെട്ടകത്തിലിരുന്ന മോശെ പോലെ പോക്കായല്ലോ എന്നൊക്കെ ചോദിക്കാൻ കുറച്ച് അവസരമൊക്കെ കുറച്ച് പേർക്ക് കൊടുക്കും. പക്ഷെ അന്നായി അടയ്ക്കുന്നതിന് മുമ്പേ എന്ന് വെച്ച് നിന്റെ മേൽ കർത്താവ് ചെയ്ത അത്ഭുതം അവരുടെ കണ്ണുകളാൽ കാണാൻ ഇടയാക്കുന്ന കർത്താവിനെ ആർപ്പോടെ സ്തുതിച്ചാട്ട് കാണിക്കേണ്ടതിനാ നിന്നെ നിർത്തിയിരിക്കുന്നു. ഹെവൻലി ഫീസ്റ്റ് ഒന്നും കണ്ടിട്ടില്ല, ഇനി കാണാനിരിക്കുന്നേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടും ഇനിയും കാണിക്കാനിരിക്കുന്നേ ഉള്ളൂ. ചിലതൊക്കെ കാണിക്കാൻ പോവാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആത്മവരങ്ങൾ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത കൃപാവരങ്ങളുടെ പ്രവർത്തികൾ. സ്തോത്രം. 1-ാം നൂറ്റാണ്ടിലെ സഭ വളരെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സൂപ്പർ നാച്ചുറലായ കാര്യങ്ങൾ. അവരെ ജയിലിൽ അടച്ചിട്ടു. പിന്നെ നോക്കുമ്പോൾ ജയിൽ അടഞ്ഞു തന്നെ കിടപ്പുണ്ട്, ആള് വെളിയിൽ നിൽപ്പുണ്ട്. പ്രകൃത്യാതീതമായ അത്ഭുതങ്ങൾ. ദൈവത്തിൻ്റെ മക്കളൊരു കാര്യം അറിയണം. നമ്മൾ ഈ ശരീരത്തിൽ ബന്ധിക്കപ്പെട്ട ആത്മാക്കളാ. ഉറക്കെ പറഞ്ഞാട്ടെ. എല്ലാ മതങ്ങളും ഒരുപോലെ പറയുന്ന ശരീരത്തിൽ നിന്നുള്ള വിമോചനമാണ് രക്ഷ, നിർവ്വാണം എന്നാണ് പറയുന്നത്. എന്നാൽ അപ്പോൾ തന്നെ ശരീരത്തിൽ ബന്ധനം എന്ന് പറയുമ്പോൾ തന്നെ പൗലോസ് ശ്ലീഹായൊക്കെ പറയുന്ന ഈ ശരീരത്തിൽ ഇരുന്നാലേ എനിക്ക് ചിലത് ഇവിടെ ചെയ്യാനൊക്കത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ഞാൻ അറിയണം, ഞാൻ ശരീരത്തിൽ വസിക്കുന്ന ഒരു ആത്മാവാണ്. ഉറക്കെ പറഞ്ഞാട്ടെ. ആമേൻ. അതും ക്രിസ്തുവിനാൽ വീണ്ടും ജനിച്ച ക്രിസ്തുവിൻ്റെ സെയിം ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ അകത്തുള്ളവൻ, എന്നിൽ വീണ്ടും ജനിച്ചവൻ, അവൻ ഈ ഭൂമിയുടെ ഒരു പ്രശ്നത്തിനാലും അവൻ തളരത്തില്ല. ആ അകത്തെ ആത്മാവിനെ വചനത്താൽ ബലപ്പെടുത്തിക്കോണം. ആ അകത്തെ ആത്മാവിനാൽ പരിശുദ്ധാത്മ നിറവിനാൽ ബലപ്പെടുത്തിക്കോണം. അപ്പോൾ ഈ പ്രതിസന്ധി ഒന്നും നമ്മളെ തൊടത്തില്ല. എന്തിനാ? അകത്ത് നല്ല ആത്മബലം ഉണ്ടെങ്കിലുണ്ടല്ലോ, ശരീരത്തിൻ്റെ ക്ഷീണം പോലും മാറും. വലിയ ക്ഷീണമുള്ള സമയത്ത് ഒരു 2 മിനിറ്റ് ആത്മാവിൽ ഒന്ന് സ്തുതിച്ച് നോക്കിക്കേ, കരമുയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞു നോക്കിക്കേ, പനിയൊക്കെ വിട്ടുമാറും, തളർച്ചയൊക്കെ മാറിപ്പോകും, മടുപ്പൊക്കെ മാറിപ്പോകും. അതാണ് ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വാസം ചെയ്യുന്നുവെങ്കിൽ, നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് അവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ, ക്ഷീണമുള്ള ശരീരങ്ങളെ ക്വിക്കൻ ചെയ്യും, ജീവിപ്പിക്കും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. കരങ്ങൾ തട്ടി വായി തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. നമ്മുടെ ശരീരത്തിന് ഭക്ഷണം ഈ ഭൂമിയിൽ വിളയുന്ന വിളവുകളാണെങ്കിൽ, ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ ഭക്ഷണം വചനവും ആത്മാവുമാണ്. കാരണം നമ്മുടെ അകത്തെ മനുഷ്യൻ ജനിച്ചത് വചനത്താലും ആത്മാവിനാലും. ദൈവ വചനം കേൾക്കുമ്പോൾ അതാണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, പിന്നെ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. ഉറക്കെ പറഞ്ഞ ഞാൻ ജീവിക്കുമെന്ന് പറ. മരിക്കയില്ല, ജീവനോടിരുന്ന് കർത്താവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഓ സ്വത്രം. പൈസ ഉള്ളിടത്തോളം ഞാൻ ജീവിക്കുമെന്നല്ല, നാട്ടുകാരുള്ളിടത്തോളം ഞാൻ ജീവിക്കുമെന്നല്ല, കർത്താവിൻ്റെ വചനം ഉള്ളിടത്തോളം. പറ 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 വായ കൊണ്ട് വിളിച്ചു പറ. അവൻ്റെ വചനം ഉള്ളിടത്തോളം ഞാൻ ജീവിക്കും, അവൻ്റെ പരിശുദ്ധാത്മാ ഉള്ളിടത്തോളം ഞാൻ ജീവിക്കും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് സകലവും ചെയ്യുവാൻ കഴിയും. ഓ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മൾ ഈ ശരീരത്തിൻ്റെ പരിമിതിയിൽ ഇരിക്കുന്നതുകൊണ്ട് ശരീരത്തിൻ്റെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഭാരപ്പെടും. എന്നാൽ നമ്മൾ അറിയണം, നമ്മുടെ അകത്തുള്ളവൻ തുറക്കട്ടെ എന്ന് പറഞ്ഞാൽ തുറക്കും. ആമേൻ. മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞാൽ പെയ്യും, നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ നിൽക്കും. ഒരധികാരിയാണ് നമ്മുടെ അകത്തിരിക്കുന്നത്. അകത്തെ മനുഷ്യനെ നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച്, പ്രൈസ് ദി ലോർഡ്, നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചു കൊള്ളുകയെന്ന് പറഞ്ഞാൽ ഉടുപ്പെടുത്ത് ധരിക്കുന്ന പോലെ ധരിക്കാമെന്ന് മാത്രം. അവനെ മനസ്സിലാക്കുക, ധാരണ, ധരിക്കുക, മനസ്സിലാക്കുക. പ്രൈസ് ദി ലോർഡ്. അകത്തെ മനുഷ്യനെ ഒന്ന് മനസ്സിലാക്കിക്കേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഈ ശരീരം വിട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ, കർത്താവിൻ്റെ വരവിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുമ്പോൾ അന്നാ നമുക്ക് മനസ്സിലാകുന്നത്, അയ്യോ ഇത്രയും തേജോമയനായ ഒരാളെയാണോ ഈ ശരീരത്തിലിരുന്നത്. എല്ലാവരും പറയണം, യേശുക്രിസ്തുവിൻ്റെ മുഖത്തുള്ള ദൈവ തേജസ് നമ്മുടെ ഉള്ളങ്ങളിലുണ്ട്. ഒന്നും കണ്ട് ഭാരപ്പെടരുത്. നിന്റെ വായ കൊണ്ട് പുറപ്പെടുന്ന വാക്കുകൾ ഈ ലോകം പ്രതിസന്ധികൾ കാണിച്ച് നിന്നിലേക്ക് നിരാശയും ഭാരവും ഇടുമ്പോൾ അത് ഏറ്റുപാടരുത്. അതിന് പകരം അതിങ്ങോട്ട് വിഷയമാകാൻ പോകുമെന്ന് പറയുമ്പോൾ തിരിഞ്ഞിട്ട് പറയണം, വിഷയമാകത്തില്ല.
എന്ന് ഞാൻ കൽപ്പിക്കുന്നു. പ്രതിസന്ധിയായി നിൽക്കുന്ന ഈ വിഷയം എനിക്ക് അനുകൂലമായി മാറും എന്ന് പറയുമ്പോൾ അനുകൂലമായി മാറും. ദൈവത്തിൻ്റെ മക്കളുടെ നാവിൽ കർത്താവ് അധികാരം തന്നിരിക്കുക. ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ചിലപ്പോൾ രോഗം വരുമ്പോൾ ചികിത്സിക്കേണ്ടി വന്നെന്നിരിക്കും. പക്ഷേ ചികിത്സയെ ആശ്രയിക്കരുത്. ചികിത്സ വരെ ഒരു സപ്പോർട്ട് മാത്രമായിരിക്കണം. മെഡിക്കൽ സപ്പോർട്ടേ ആകാവുള്ളൂ, മെഡിക്കൽ എയ്ഡേ ആകാവുള്ളൂ. എന്നാൽ ഹീലർ കർത്താവാണ്. കാരണം ഒരു ഡോക്ടറും ചികിത്സിച്ചിട്ട് അവർക്ക് കഴിയാതെ വരുമ്പോൾ പറയാണ് പ്രാർത്ഥിച്ചോണേ, ദൈവമാ വിടുവിക്കുന്ന, കേട്ടോ. അപ്പോൾ ഡോക്ടർമാരെ എന്തെങ്കിലും ഉപയോഗിക്കും, പലതിനെ എന്തെങ്കിലും ഉപയോഗിക്കും. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഏറ്റവും വലിയ ഹീലർ. ഒരു തലവേദന വന്ന ഉടനെ ആദ്യം കർത്താവിൻ്റെ കാര്യം ഓർക്കണം. ആദ്യം യേശുവിൻ്റെ നാമം പറയണം. ഒന്നാമതെ വിശ്വസിക്കണം, ഈ രോഗം എന്നെ തകർക്കത്തില്ല. വിളിച്ചു പറഞ്ഞാട്ടെ, ഈ ക്ഷീണത്തിൽ ഞാൻ പതറത്തില്ല. ഞാൻ ജീവനോടിരുന്ന് കർത്താവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഞാൻ മരിക്കത്തില്ല. നിങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്തോത്രം, എൻ്റെ വചനം ആത്മാവും ജീവനുമാണ്. യേശു എന്താ പറഞ്ഞ? എൻ്റെ വചനം ആത്മാവും ജീവനും. അത് വേണം നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുക. നിരാശയുടെ വാക്ക് വരരുത്, ഭാരത്തിൻ്റെ വാക്ക് വരരുത്. പ്രത്യാശയുടെ വാക്ക് സംസാരിക്കുമ്പോൾ നമ്മൾ ബലപ്പെടും. അത് ദൈവ വചനമാ. എൻ്റെ വചനം ആത്മാവും ജീവനുമാ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അതുകൊണ്ട് പ്രശ്നങ്ങൾ തീർന്നിട്ട് വല്ലവരോടും വചനം പറയാതിരിക്കരുത്. പ്രശ്നത്തിൽ ഇരിക്കുമ്പോൾ തന്നെ വചനം പറയണം. തങ്കു ബ്രദർ എന്നോട് പറയുമായിരുന്നു, തനിക്ക് വലിയൊരു കടബാധ്യത ആദ്യകാലങ്ങളിൽ ഉള്ളപ്പോഴാണ് ആ സമയത്ത് പ്രസംഗിക്കുന്നത്. ആകെപ്പാടെ അറിയാവുന്നത് വചനങ്ങൾ കുറച്ചാണ്. അതിലൊന്നാണ് കർത്താവ് കടഭാരം മാറ്റും. അതിനുള്ള വാക്യങ്ങൾ പറയും. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, എല്ലാ ആഴ്ചയും ഞാൻ ഇത് പറഞ്ഞിരിക്കും. കാരണം വന്നവരോടല്ല, എന്നോട് തന്നെയാണ് പ്രസംഗിച്ചത്. കാരണം വേറെ ആരും പ്രസംഗിക്കാനില്ല, ഞാൻ പ്രസംഗിക്കുകയാണ്. നിങ്ങളുടെ കടഭാരം കർത്താവ് മാറ്റും. കർത്താവ് അത്ഭുത വഴി തുറക്കും. പത്രോസിൻ്റെ വള്ളത്തെ നിറച്ചവൻ നിന്നെ നിറയ്ക്കും. കാരണം ഈ യോഗം കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച പ്രതിസന്ധികൾ മുമ്പിൽ നിൽക്കുകയാ. 1-2 പേരോട് പറഞ്ഞിട്ട്, നിന്റെ പ്രശ്നം തീർന്നിട്ടല്ല ശുശ്രൂഷിക്കേണ്ടത്, കൗൺസിൽ ചെയ്യേണ്ടത്. ആയിരിക്കുമ്പോൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കി. കാരണം നമ്മൾ കൈകാര്യം ചെയ്യുന്നത് കർത്താവിൻ്റെ വചനമാണ്. അത് നമ്മളെ ബലപ്പെടുത്തും. അത് ജീവനാ, അത് ആത്മാവാ. കരങ്ങൾ തട്ടി വായി തുറന്ന് ഉള്ളം തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. യേശുവിൻ്റെ അടുക്കൽ വന്ന ഒരാളോട് പോലും യേശു അവൻ്റെ കഴിഞ്ഞ നാളുകളിലെ സ്വഭാവമോ അവൻ്റെ കഴിഞ്ഞ നാളുകളിലെ ജീവിതമോ ഇതൊന്നും ചോദിച്ചില്ല. കർത്താവ് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, നീ വിശ്വസിക്കുന്നു, നിനക്ക് സൗഖ്യമാകുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? ഇന്ന് ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ട് എന്നെ കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ വീണ്ടും ചോദിക്കാം, നിങ്ങളുടെ ഈ വിഷയത്തിൽ നിന്ന് കർത്താവ് നിങ്ങളെ വിടുവിക്കും എന്ന് നിങ്ങളൊന്ന് വിശ്വസിച്ചാൽ, ഇന്ന് ഈ സമയം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ സമയം കർത്താവ് നിങ്ങളെ വിടുവിക്കും. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വിഷയം എന്തുമായിക്കോട്ടെ, രോഗമായിക്കോട്ടെ, കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും. കടഭാരമാണോ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഭാരമാണോ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് തൊടും. അവർക്ക് വേണ്ടി കർത്താവ് അനുഗ്രഹം ചെയ്യും. അവരുടെ ഭാവിയിൽ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും. അവരുടെ വിദ്യാഭ്യാസത്തെ കർത്താവ് മാനിക്കും. നമുക്കൊരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ യേശുവേ, അങ്ങ് അത്ഭുത മന്ത്രിയാണ്. അവിടെ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. എൻ്റെ യേശുവേ, ഇന്ന് ഈ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഏത് വിഷയത്തിൽ ഭാരപ്പെട്ട് ഇന്ന് ഞങ്ങളെ കേൾക്കുന്നവരാണെങ്കിലും അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ ഒരു അത്ഭുത പ്രവൃത്തി നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം തന്നെ രോഗബന്ധനങ്ങൾ അഴിയട്ടെ, ക്യാൻസറുകൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പുതിയ ലിവറുകൾ സൃഷ്ടിക്കപ്പെടട്ടെ, പുതിയ ലങ്സുകൾ സൃഷ്ടിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ശാരീരികമായ അസ്വസ്ഥതകളും ഇപ്പോൾ തന്നെ മാറി പൂർണ്ണമായ വിടുതൽ അവരുടെ ശരീരങ്ങളിൽ ഉണ്ടാകട്ടെ. കർത്താവെ, മാനസികമായി തകർന്ന് കേൾക്കുന്നവരുണ്ട്. കർത്താവരുടെ ഉള്ളങ്ങളിൽ വലിയൊരു സന്തോഷം ഇപ്പോൾ തന്നെ നൽകണമേ. കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ, തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ. സാമ്പത്തികമായിട്ടുള്ള ഒരു അത്ഭുതം, വിടുതൽ ഇവരുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. കർത്താവെ, അങ്ങയുടെ കരം ഇപ്പോൾ തന്നെ ഇവരെ തൊടുന്നതിനായി സ്തോത്രം. അത്ഭുത വിടുതൽ നൽകുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും കർത്താവ് തൻ്റെ കൃപയിൽ നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.
चांदी का राजकुमार है तू। से देखो आते हैं बहते हुए खून की धार। क्रूज से देखो आती है बहते हुए खून की धार। ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को। ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को। प्रेम का सागर है तू, चांदी का राजकुमार है तू। प्रेम का सागर है तू, चांदी का राजकुमार है तू। चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति। चरणों में आकर हाथ उठाकर करते हैं तेरे